സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലഭൻ ടീച്ചർ. ഇന്ന് ഞാൻ പറയുന്ന ഓണം വരില്ലേ, ഓണത്തിൻ്റെ ടിപ്പുകളാണ് പറയുന്നത്. ഇതിപ്പോൾ ചിങ്ങമാസം പുലരിയായി, ചിങ്ങമാസമാണ്. ഇനി അത്തം 10 ആണ് പൊന്നോണം. അത്തം 26-ാം തീയതിയാണ് ഓണം. സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാടം, 5-ാം തീയതി തിരുവോണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടെ? അപ്പോൾ ജാതി മതഭേദമന്യേ കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് തിരുവോണം. അത് നന്നായി നമുക്ക് ആഘോഷിക്കണം. അപ്പോൾ നമുക്ക് ഈ ന്യൂ ജനറേഷനായാലും പണ്ടത്തെ ആൾക്കാരായാലും എല്ലാവർക്കും കുറച്ച് ടിപ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം കറികൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും. ജോലിക്ക് പോകുന്നവർക്ക്, ഓഫീസ് ഗോയിങ് ആൾക്കാർക്കൊക്കെ കുറച്ച് ടിപ്സ് അറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനും ജോലി ചെയ്തിരുന്നല്ലേ, അപ്പോൾ എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. എല്ലാ ഓണത്തിനും ഞാൻ ഫുഡ് ഉണ്ടാക്കാറേ പതിവുള്ളൂ. അപ്പോൾ അത് മാത്രമല്ലല്ലോ, എല്ലാ ഐറ്റംസും വേണം. ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ അത് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പോൾ ലണ്ടനിലുള്ള എൻ്റെ മോള് 25, അവർക്ക് ജോലിക്കാരുണ്ട്. അപ്പോൾ എത്ര കറിയുണ്ട് എന്നിട്ട് വിളിച്ചു നോക്കും പിള്ളേർ. അമ്മൂമ്മ എത്ര കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയും ഇത്രയാണ്, ഞങ്ങൾ അതിലും കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയല്ല അവർക്ക്. അതുപോലെ മോനാണെങ്കിൽ എപ്പോഴും ചെറുപ്പത്തിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു, ഞാൻ ഒരു പ്രാവശ്യം രസം ഉണ്ടാക്കിയില്ല. ബാക്കി എല്ലാ കറികളും ഉണ്ടാക്കി സദ്യ വിളിച്ചു, ഇലയൊക്കെ വിട്ടു, ഡൈനിങ് ടേബിൾ മേലേക്ക് ഇട്ട് ഊണേകം വന്ന് നോക്കി എല്ലാ കറികളും ആയോ നോക്കി. അമ്മ രസം എവിടെ പറഞ്ഞ് രസം ഉണ്ടാക്കിയില്ല. എന്നാൽ ഞാൻ ഉണ്ണണില്ല, രസം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് രസം ഞാൻ വീണ്ടും ഉണ്ടാക്കി എല്ലാവരും ഊണ് കഴിച്ചു. 10-15 മിനിറ്റ് മതി തക്കാളി ഇട്ട് രസം ഉണ്ടാക്കാൻ അത്രയല്ലേ ബുദ്ധിമുട്ട്. എന്നാലും അത്ര പർട്ടിക്കുലറാണ് ഞങ്ങൾ ഓണത്തിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓണത്തിന് കുറച്ച് ടിപ്സ് ആവശ്യമാണ്. ആദ്യം തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് വയ്ക്കുക. അരി, വെളിച്ചെണ്ണ, എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വില കൂടുതലാണ്. കായ വറുക്കുകയാണെങ്കിൽ വീട്ടിൽ വറുക്കണം എന്ന് നിർബന്ധം ഞാൻ പറയില്ല. പാക്കറ്റ് വാങ്ങിച്ചോളോ, ചർക്കപ്പേരി ആയാലും വാങ്ങിച്ചോ, അത് ചെയ്യാവുന്നവർ ചെയ്യുക, അത്രയും. പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാം, വീട്ടിലെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് ഒന്നും ക്ഷാമം പാടില്ല. തിരുവോണം എന്ന് പറഞ്ഞാൽ മാവേലി ഭരിക്കുന്ന കാലത്ത് പൊന്നോണമായിരുന്നു. ഒരാൾക്കും ഒന്നിനും ക്ഷാമം ഉണ്ടായതില്ല. അതുപോലെ അന്നത്തെ ദിവസമെങ്കിലും ഒരു ക്ഷാമം പാടില്ല. സാധനങ്ങളെല്ലാം സുഭിക്ഷമായിരിക്കണം. അത് നമ്മൾ വിചാരിച്ചാൽ പറ്റും. ഒരു ദിവസമൊക്കെയല്ലേ എല്ലാ സാധനങ്ങളും ഉണ്ടാവണം. അതുപോലെ വെളിച്ചെണ്ണ, എണ്ണ, അരി, നാളികേരം, ശർക്കര മേടിച്ചാൽ മാത്രം പോരാ. ശർക്കര ചളി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഉരുക്കി ശർക്കര ഉരുക്കി വയ്ക്കണം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ അരിയൊക്കെ പറക്കി വയ്ക്കുക. പിന്നെ പായസം ഏതാണെന്ന് മുമ്പേ നിശ്ചയിക്കുക. പരിപ്പ് പായസമാണെങ്കിൽ പരിപ്പ് തലേ ദിവസം വേവിച്ച് വയ്ക്കുക. ചെറുപയർ പരിപ്പ് വറുത്തിട്ട് വേണം വേവിച്ച് വയ്ക്കാൻ. അല്ല കടലപ്പരിപ്പാണെങ്കിൽ കടലപ്പരിപ്പ് വേവിച്ച് വയ്ക്കുക കേട്ടോ. അതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് പായസത്തിനുള്ള ശർക്കര. പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് അന്ന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയിൽ ഒരിക്കലും പാൽ കിട്ടില്ല. കിട്ടും, പക്ഷേ പാൽ കംപ്ലീറ്റ് കിട്ടില്ല. അത് കാരണം കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയിൽ നിന്ന് പാലെടുക്കരുത്. തിരുവോണത്തിന് പായസം വയ്ക്കണമെന്ന് നാളികേരം ശരി അന്ന് ചെയ്യും. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കറികൾ കാളൻ, അവിയൽ. കാളനൊക്കെ 2-3 ദിവസം 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കാം. കാളൻ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം, ഒരു കേട് വരില്ല. അവിയൽ കൂട്ടുകറിയൊക്കെ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ സാമ്പാർ തലേ ദിവസം വെക്കേണ്ട. സാമ്പാർ രാവിലെ ഉണ്ടാക്കുക. പിന്നെ തോരൻ, അതുപോലെ അങ്ങനെ എലിശ്ശേരി തലേ ദിവസം ഉണ്ടാക്കാം. പയറൊക്കെ ഇട്ടിട്ട് പയറൊക്കെ വേവിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. തലേ ദിവസം അത് കഴിഞ്ഞ് കറി ഉണ്ടാക്കുക. കഷ്ണങ്ങളൊക്കെ എല്ലാം അരിഞ്ഞ് വയ്ക്കുക. അതായത് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ, എലിശ്ശേരിക്കുള്ള കഷ്ണങ്ങൾ എല്ലാം, തോരനുള്ള സാധനങ്ങൾ എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായി. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വയ്ക്കുക. അതുപോലെ വെളുത്തുള്ളി ഒന്നും ഓണത്തിനിടില്ല. നിങ്ങളിടിച്ച് കിട്ടുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. അതെല്ലാ സാധനങ്ങളും അരിഞ്ഞ് തയ്യാറാക്കി വയ്ക്കുക. പുളി, ഇഞ്ചി, നാരങ്ങക്കറി അതാദ്യം ഉണ്ടാക്കി വയ്ക്കുക. അതായത് ഉപ്പേരി വറുത്ത് വയ്ക്കണവരെങ്കിൽ വറുത്ത് വെച്ചോളൂ. അല്ലെങ്കിൽ ഉപ്പേരി വാങ്ങിക്കുക. പുളിയിഞ്ചിയും നാരങ്ങക്കറി നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാക്കാം. എൻ്റെ ചാനലിൽ നോക്കൂ, സുലഭൻ ടീച്ചറുടെ ചാനലിൽ കണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ ഓണത്തിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും കൊണ്ട് വളരെ ഈസിയായി നിങ്ങൾക്ക് അതിൽ നോക്കി ഉണ്ടാക്കാം. പുളിയിഞ്ചി അറിയാത്തവർക്ക് നാരങ്ങക്കറി അറിയാം. പിന്നെ ഇഞ്ചി തൈര് അന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണത്, തൈര് കൊണ്ട് ഉണ്ടാക്കണതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനി എന്താ, ഞാൻ അവിയൽ പറഞ്ഞില്ലേ, അവിയൽ വളരെ ഈസി ആയിട്ട് വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള എന്താണ് കുശിനിക്കാരെ വലയിച്ച അവിയൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് നല്ല അവിയലാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാളനും ഞാൻ കുറുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞങ്ങളുടെ തൃശ്ശൂരിലെ സ്റ്റൈലിൽ എല്ലാവർക്കും വേണമെങ്കിൽ ചെയ്യാം. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഓല ഉണ്ടാക്കാം എഴുതിയിട്ട് ഞാൻ ചാനലിലിട്ടുണ്ട്. പിന്നെ അവിയലിട്ടുണ്ട്, ഇഷ്ടു ഇട്ടിട്ടുണ്ട്. പക്ഷേ
ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ പറഞ്ഞു തരാം. ഇഷ്ടം വളരെ ഈസിയാണ്. അങ്ങനെ എല്ലാ കറികളും സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളത് എൻ്റെ ചാനലിലുണ്ട്. അത് നോക്കി എല്ലാവരും ചെയ്യണം. എനിക്കത് മാത്രമേ അഭ്യർത്ഥനയുള്ളൂ. പിന്നെ പായസത്തിൻ്റെ അരിയാണെങ്കിൽ ഉണക്കല്ലരി മേടിക്കണം. അരി പായസമാണെങ്കിൽ ഇടിച്ചു കഴിഞ്ഞ പായസമാണെങ്കിൽ അതിന് തേങ്ങാപ്പാൽ അന്ന് മാത്രം എടുക്കുക. എത്ര ആൾക്കാരുണ്ട് അതനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കണം. രണ്ടാളാണെങ്കിൽ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 തേങ്ങയുടെ പാലെടുക്കണം. തേങ്ങാപ്പാലിൻ്റെ ഗുണമാണ് പായസത്തിന്. അതുപോലെ തന്നെ ശർക്കര, 1 ഗ്ലാസ് അരിക്ക് 1/2 കിലോ ശർക്കര അത് കണക്കിന് അത് ഉരുക്കി വയ്ക്കണം. പിന്നെ ചുക്ക്, ജീരകം, ഏലക്കായ പൊടിച്ച് വെക്കണം. അതൊക്കെ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യണം. അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഉണ്ടാക്കി വയ്ക്കുന്നവരാണെങ്കിൽ ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ മേടിച്ച് വയ്ക്കുക. റെഡിമെയ്ഡായി മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ഒരു വിഷമമില്ല. ദോശപ്പൊടി ഉണ്ടാക്കണില്ല, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ ഈസിയാണ്. അതെല്ലാം ഉണ്ടാക്കി ടിന്നുകളൊക്കെ നിറച്ച് വയ്ക്കുക. പിന്നെ ഓണത്തിൻ്റെ അന്ന് ഉണ്ടാക്കല്ലേ വേണ്ട സുഖമായ രാവിലെ എണീക്കുക, കാര്യങ്ങൾ ചെയ്യുക, ചോറ് വയ്ക്കുക. അത് കഴിഞ്ഞാൽ പപ്പടം കാച്ചുക, പപ്പടം അന്ന് കാച്ചുക, പായസം അങ്ങന്ന് വയ്ക്കുക, സാമ്പാർ വയ്ക്കുക. ബാക്കി കറികൾ പച്ചടി, കിച്ചടി ഒക്കെ ഉണ്ടല്ലോ. പച്ചടികൾ 2-3 തരം ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. വെറുതെ നാളികേരം കടുക് ചേർച്ചിട്ട് ഞാൻ വരച്ചിട്ട് 3 പച്ചടിയൊക്കെ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സദ്യ വിളമ്പാം. പിന്നെ നെയ്യും പരിപ്പും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെറുപയർ പരിപ്പ് വേവിച്ച് വയ്ക്കുക, മഞ്ഞളിട്ട് ഉപ്പിട്ട് വേവിച്ച് വയ്ക്കുക. അതിൽ നെയ്യും ചേർക്കുക. എന്നിട്ട് എല്ലാ ഇലയുടെ സൈഡിൽ നെയ്യും പരിപ്പും വിളമ്പാൻ മറക്കരുത്. അത് ഓണത്തിന് നിർബന്ധമാണ്. എല്ലാ സദ്യകൾക്കും കാണാൻ നമുക്ക്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് ചെയ്തോളൂ. പിന്നെ നല്ല അരി വാങ്ങിക്കുക. ഓണത്തിന് സ്പെഷ്യലായിട്ട് നല്ല അരി മേടിക്കുക. റേഷൻ അരി നല്ല അരി കേട്ടോ, വളരെ നല്ല അരി. ഞങ്ങൾ ഊണ് കഴിക്കുന്നത് റേഷൻ അരി. ചിലപ്പോൾ ഊണ് കഴിക്കാറുണ്ട്, ചിലപ്പോൾ പച്ചരി കഴിക്കാറില്ല. ചുമന്ന മട്ടരി ഞങ്ങൾ കഴിക്കാറ്. മട്ടരി കിട്ടുമ്പോൾ ഞാൻ മട്ടരി കഴിക്കും. വളരെ നല്ല അരിയാണ് റേഷൻ അരി. അതുപോലൊന്നും യാതൊരു വിഷമവുമില്ല, നല്ല അരിയാണ്. ഏതരിയായാലും ചോറ് നന്നായി വേവിച്ച് നല്ല ഭംഗിയായി കുറച്ച് ഇലകൾ ഇല്ലാത്തവരാണെങ്കിൽ ഇലകൾ വാങ്ങിച്ച് വയ്ക്കുക. അങ്ങനെ എല്ലാ സാധനങ്ങളും കരുതലോട് കൂടി ചെയ്താൽ ഓണം വളരെ ഈസിയാവും. ഏതൊക്കെയൊക്കെ ആൾക്കാരുടെ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ സദ്യക്ക് ഒരുങ്ങി ഒന്ന് ചോറ് വയ്ക്കാൻ മറന്നു. അപ്പോൾ പിന്നെ ഓണസദ്യ വിളമ്പാൻ പറ്റുമോ? ഇല വെച്ചപ്പോൾ ചോറ് വെച്ചിട്ടില്ല. സദ്യ മുഴുവൻ എല്ലാം ഉണ്ടാക്കി, എല്ലാ ഐറ്റംസും ഉണ്ടാക്കി, ചോറ് വെച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടകാലമൊന്നും നിങ്ങൾക്ക് വരണ്ട. വളരെ ഈസിയായിട്ട് മുൻകൂട്ടി നമ്മൾ അറേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഓണം ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ ഈ ടിപ്പുകൾ അവസാനിപ്പിക്കണം. ഇനി പല ടിപ്പുകളുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ പിന്നെ പറയാം. ഇപ്പോൾ ഓർമ്മയുള്ള ടിപ്പൊക്കെ പറഞ്ഞു. ഇനി 2ാം പാർട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഓക്കെ, ബൈ.